സമയം ഏകദേശം 7 മണി വേണ്ടായി. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് രണ്ടാമത് കിടന്ന് 7 മണി കഴിഞ്ഞിട്ട് കുളിക്കണം. 9 മണിക്ക് മുമ്പേ അങ്ങോട്ട് പോകണം. ഒരു 8 മണി 8:30 ആകുമ്പോൾ റെഡിയായിട്ട് പോകണം. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇൻ്റർവ്യൂ ഉള്ള ദിവസം അങ്ങനെ കുളിച്ച് ഡ്രസ്സ് മാറണം. ഡ്രസ്സ് മാറാൻ ഇനി 7:30 ആയിട്ടുള്ളൂ. ഒരു 8 മണിയാകുമ്പോൾ റെഡിയായാൽ മതി. അന്നേരം വരെ നോക്കണമൊക്കെ നോക്കാം. കോഫിയൊക്കെ 9 മണിയാവും ഷിഫ്റ്റായി. അപ്പം പോകുന്ന വഴിക്ക് വല്ലതും കോഫി കുടിക്കും. അപ്പം എന്തെങ്കിലും പോയി നോക്കിയിട്ട് ഇൻ്റർവ്യൂ കേസ്. അങ്ങനെ എനിക്കാണെങ്കിൽ ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് നടന്നതാണ്. ഇന്നലെ ഒന്നും എനിക്ക് ഇതാക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഒരു ഫാമിലി വളരെ വേണ്ടപ്പെട്ട ആൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്ന കാരണം അത് ഇച്ചിരി എമർജൻസി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലല്ലായിരുന്നു, മൂഡില്ല, ഒന്നും അല്ലായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് ഒരു ഇതില്ലായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ ഇൻ്റർവ്യൂവിന് പോയിട്ട് രാവിലെ 8 മണിയായപ്പോഴാണ് പോയത്. അതാണ് ഇവിടെ ഏറ്റവും 8 മണിക്ക് പോയിട്ട് അതായത് 9 മണിക്ക് നമ്മൾ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എത്തണമെന്ന് നമുക്ക് ഇൻഫർമേഷൻ തന്നായിരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ തന്നതിൻ്റെ ബേസിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കോമഡി. അവിടെ നമ്മൾ ഒരു 8:30 ആയപ്പോൾ 8:30 ആയിട്ട് ചെന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ പറയുക ഇത് 10 മണിയാകാണ്ട് അകത്തോട്ട് കയറ്റത്തില്ലെന്ന്. 10 മണിയാകാണ്ട് അകത്തോട്ട് കയറ്റാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, അവിടെ നിൽക്കണം. അതായത് ഒന്നാമത് മഴക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്ത് വെയിലത്തല്ല മഴയത്ത് എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ഇട്ടേക്ക് ഓട്ടോണ്ട് വയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഡ്രസ്സാണ്. ആ ഡ്രസ്സ് ഫുള്ള് ഇതാവും. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് 10 മണി വരെ അവിടെ ഒരു 9:45 വരെ നമ്മൾ പോസ്റ്റ് എടുപ്പിച്ച് പുറത്ത് നിർത്തി. അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ ഫോർമാലിറ്റീസും ഇൻ്റർവ്യൂവും എക്സാമും ഒക്കെ കഴിഞ്ഞ് ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഫോം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യം തീർന്നു. എല്ലാ വർഷവും കഴിഞ്ഞപ്പം ഏകദേശം 5 മണി 5:30 ആയി കഴിഞ്ഞപ്പം എൻ്റെ ഇവിടെ 2 ഫ്രണ്ട്സ് പൂനെയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇത് സൺഡേ അല്ലേ, ഉച്ചയ്ക്ക് തീരുവാണെങ്കിൽ അവരുടെ അടുത്ത് പോകാമെന്നൊക്കെ. പക്ഷേ തീർന്നപ്പോൾ തന്നെ 5 മണി. അവന്മാർക്ക് ഞായറാഴ്ച മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം അത് കാരണം അത് പോസ്റ്റായി, പോകാൻ പറ്റിയില്ല. ഇന്നാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച ഇന്ന് രാത്രി ഒരു 12 മണിയോടെ ഞാൻ എയർപോർട്ടിൽ പോകും. റിട്ടേൺ ഫ്ലൈറ്റ്. ഈ ഒരു ഇൻസിഡൻറ്റും അങ്ങനത്തെ കാര്യമൊക്കെ ആയതുകൊണ്ട് എങ്ങോട്ട് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയൊന്നുമില്ല. അങ്ങനെയൊന്നും ആകെ റൂമിൽ ഇരുന്നിരുന്ന് പോസ്റ്റായപ്പം ഇടയ്ക്ക് താഴത്തോട്ട് പോയി അവിടം വരെയൊക്കെ നടന്ന് പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനത്തെ രീതിയിൽ ഇത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരു റൂമിൽ തന്നെ അടച്ചുകൂട്ടിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് ഔട്ടാവും. പിന്നെ വേറെ ചിന്തകളൊക്കെ കയറി വരും. അതിപ്പോൾ നല്ല ചിന്തയാണെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തയാണെങ്കിൽ മൊത്തത്തിൽ ബാഡ് ഇതാവും. അത് കാരണം പുറത്തോട്ടിറങ്ങി ഒന്ന് മൈൻഡൊക്കെ ഇതായി കഴിഞ്ഞപ്പം നേരെ തിരിച്ചു വന്ന് പിന്നെ അകത്തിരുന്ന് ഫുഡ് പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ അതിപ്പം അവിടുത്തെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതായതിൻ്റെ ആയിരിക്കും. ഇവിടുത്തെ മിക്ക ഫുഡിലും നല്ല മസാലയാണ്. അതായത് ഇന്നലെ തന്നെ ആദ്യത്തെ ദിവസം കണ്ട് നോർമൽ ഫ്രൈഡ് റൈസ് മേടിച്ചത്. ഇന്നലെ അപ്പോൾ ഞാൻ രാത്രി കഴിക്കാൻ വേണ്ടി ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും കൂടെ ഉള്ള കോംബോ എന്ന് പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് വന്നതാണെങ്കിൽ മറ്റേ നമ്മുടെ ഇതിനൊക്കെ കിട്ടത്തില്ല, എന്തുവാ അതിൻ്റെ പേര്,
ഇത് ഇവിടെ നിന്നല്ല കേട്ടോ, നമുക്ക് സ്റ്റേയുടെ അവിടെ നിന്ന് ഫുഡൊന്നും ഇല്ല, നമ്മൾ പുറത്തുനിന്നാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസിനകത്ത് നമ്മൾ തക്കാളി ചട്നി ഇല്ല, നമ്മുടെ എന്തോ അതിന് പറയുന്ന മുളക് ബജി അല്ലല്ലോ, മുളക് ബജിയുടെ ഒക്കെ കൂടെ കിട്ടുന്ന അത് ഈ ഫ്രൈഡ് റൈസിനായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സാധനം. എനിക്കാണെങ്കിൽ അത് ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ട്, ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു വലിയ മറ്റേ കണ്ടെയ്നറിനകത്താണ് കൊണ്ടുവരുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ കഴിക്കാൻ ഉള്ള ഇതില്ല. പിന്നെ ഇവിടെ സ്റ്റേയുടെ അവിടെ നിന്ന് ഫുഡുണ്ട്, പക്ഷേ അതിൻ്റെ മെനു ബുക്ക് വായിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ചിക്കൻ മസാല, ചിക്കൻ കടുക്കായ, വേറെ എന്തൊക്കെയാണ്, ആ ചിക്കൻ കടായി മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. അങ്ങനത്തെ ഇത് എന്തായാലും നോക്കണം. ഇവിടെ പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവരും റൂമിലുള്ള എല്ലാവരും ഇപ്പം ഇതിൻ്റെ പുറത്ത് ഇരിക്കാൻ നല്ല രസമാണ്. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് അത്യാവശ്യം നല്ല ലൈറ്റും എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കാനും നല്ല കാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെയുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഹോണടിയാണ്, ചന്നം പിന്നെ ഹോണടിയാണ്. ഇപ്പം തന്നെ അതെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. മൊത്തം ഹോണടിയെന്ന് വെച്ചാൽ ചറപറ ഹോണടിയാണ്. അപ്പോൾ ഒരു ഇച്ചിരി നേരം പോലും ഇതില്ല. ഇതൊക്കെ എടപ്പള്ളി ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണക്കത്തെ സംഭവമൊക്കെ ആണെങ്കിൽ എടപ്പള്ളി ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഹോണടിച്ച് അവർ ഇല്ലാണ്ടാവും. അങ്ങനെ അപ്പം അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഞാൻ. പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഓക്കെ ആയി. പിന്നെന്താ പറയുക, പിന്നെ എന്നിട്ട് ഞാൻ ഇന്നലെ തന്നെ രാത്രി ഒരു 12 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ടായി, എയർ ആകാശ്. അപ്പം ടിക്കറ്റ് മറ്റേ ഇതാക്കാൻ നോക്കിയായിരുന്നു, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കി. പക്ഷെ അത് നടന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാൻ ഒറ്റയടിക്ക് റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ഇതെടുത്തത്, ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ പോട്ടെ, ഇന്നത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് നോക്കിയിട്ട് അത് നടക്കുന്നില്ല. പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ല, 2 കൂട്ടുകാർ ഇങ്ങനെ വരാൻ വേണ്ടി ഇന്നത് പറ്റിയില്ലെന്ന്. അപ്പോൾ അവന്മാർക്ക് മറ്റേ ട്രിപ്പ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ മേക്ക് മൈ ട്രിപ്പും ഗോ IBOയും 2 കൂപ്പൺ കൊടുത്തായിരുന്നു. ഒരാൾക്ക് 4000 രൂപ, ഒരാൾക്ക് 2500 രൂപ. അപ്പോൾ ഇവരുടെ കൂപ്പൺ വെച്ചിട്ട് എടുക്കാവോന്ന് നോക്കി. കാരണം 5000 രൂപ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ 5000 രൂപ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അത്ര 7000-8000 രൂപ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം അത് വെച്ച് ബുക്ക് ചെയ്തിട്ടും അവർ ഉടായിപ്പാന്ന് മനസ്സിലായി. അവർ 2 പേരുടെ ആ കൂപ്പൺ ക്ലെയിം ആയില്ല. പിന്നെ നിങ്ങൾക്ക് അറിയുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ടിക്കറ്റ് ചാർജ് കുറവാണ്, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ചാർജ് പോവില്ല. അത് അവിടുന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് എങ്ങോട്ട് പോവുകയാണെങ്കിലും അവിടുന്ന് വരാനുള്ള ടിക്കറ്റ് ചാർജ് പോവില്ല. അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് തിരക്കിയപ്പോൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൽ വാങ്ങുന്ന ടാക്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇതൊക്കെ അവർക്ക് ഈടാക്കുമല്ലോ, അത് അവിടെ ഭയങ്കര കൂടുതലാണ് കേരളത്തിൽ. അത് കാരണം ആണ് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റിനൊക്കെ ചാർജ് കൂടുതൽ. കാരണം ഈ എയർപോർട്ടിനുള്ള മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് അവിടെ അവിടെ കിടക്കുന്നതിൻ്റെ ആ സമയത്തുള്ള ചാർജ് ഇവർ കൊടുക്കണം. അത് ലക്ഷക്കണക്കിന് വരും അവർക്ക് അവിടെ കിടക്കുന്നതിൻ്റെ ചാർജ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര കൂടുതലാണ്, ഇവിടുത്തേനേക്കാളും കൂടുതലായിരിക്കും അവിടെ നിന്നാണ് കേട്ടത്. പിന്നെ ടാക്സും അങ്ങനത്തെ എന്തോ കാര്യങ്ങൾ, ഇത് എനിക്ക് അറിയില്ല. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിച്ച ആ പുള്ളി എനിക്ക് പറഞ്ഞു തന്നൊരു ഇതാണ്. ഇത് കറക്റ്റാണ് ആളെ വന്നതെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗൂഗിൾ 10 ആൻസറും കാണിക്കും. അതുകൊണ്ട് എന്താ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എനിക്ക് ഒരാൾ പറഞ്ഞു തന്നാൽ അത് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഒരു 12 മണിയൊക്കെ ആകുമ്പം എയർപോർട്ടിലോട്ട് പോകും. എയർപോർട്ടിൽ പോയി തിരിച്ചടിച്ചിരിക്കാനാണ് പ്ലാൻ. ഒരു 4:55 ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. 7 മണിയെല്ലാം ആകുമ്പോൾ ലാൻഡ് ചെയ്യും. അപ്പം എയർപോർട്ട് എന്തായാലും ഞാൻ കുറേ അങ്ങോട്ട് പോകുന്നതും വിഷ്വലൊക്കെ കാണിച്ചു തരേ. അപ്പം മുംബൈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ബൈ ബൈ, സൈനിങ് ഔട്ട്. അങ്ങനെ ഗൈസ്, ഇവിടുന്ന് ഞാൻ ഇറങ്ങുവാണ്. ഇനി നേരെ എയർപോർട്ടിൽ പോകണം. ഇപ്പോൾ ഏകദേശം സമയം 11 കാലം കണ്ടായി. എയർപോർട്ടിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ
ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ലതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നതാണ്, എന്തുവാ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവൽ ചെയ്യാൻ റാപ്പിഡോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എനിക്ക് വന്നിട്ട് ഈ സമയത്ത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. നിങ്ങൾ വരുമ്പോൾ ആ സമയത്ത് ഇനി ഓഫർ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിപ്പോൾ റാപ്പിഡോ ആയിരുന്നു ഉപയോഗിച്ചാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഇതാക്കുന്നുള്ളൂ. പിന്നെ ലാംഗ്വേജ് 62 ഇതിനകത്ത് കാണിക്കുന്ന എമൗണ്ട് കൊടുത്താലും മതിയല്ലോ. ഊബറിൽ പക്ഷേ കാണിച്ചത് എനിക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് കാണിച്ചായിരുന്നു എയർപോർട്ടിലേക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിനകത്ത് അധികം കാണിച്ചില്ല അങ്ങനെ. പിന്നെ ഈ സ്റ്റേ നിങ്ങൾ ഓർത്ത് വെച്ചു, ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റേ ആണ്. എന്തായാലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മലയാളിയാണ് ഓണർ. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ 1.2 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കണ്ടില്ലേ, നമുക്ക് രാത്രിയൊക്കെ വന്നിവിടെ ഒക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നാലും നല്ലൊരു ഇതുണ്ട്. ഇപ്പോൾ എയറും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ആയിട്ട് അത്യാവശ്യം ഒരു മനസ്സൊന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പം എയർപോർട്ടിലോട്ട് ചെല്ലട്ടെ. അപ്പോൾ ബൈ. അങ്ങനെ ഞാൻ മുംബൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വേണ്ട, ഇത് ഡിപ്പാർച്ചർ ഏരിയയാണ്. ഞാൻ പേടിച്ചു പോയി. ആരോ ഓടി വന്നപ്പോൾ അതിന് ഫോൺ തട്ടിക്കൊണ്ട് പോകാനായിരിക്കും. ചുമ്മാ തമാശ. ശരിക്കും പേടിച്ച്, അത് വേറൊരു കാര്യം. ഡിപ്പാർച്ചർ ഏരിയ ഉണ്ടോ ഇത് നോക്കി. ഞാൻ തിരിച്ച് പിടിച്ച് കാണിച്ചു തരാവേ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, നോക്കി. ഇതാണ് ഫുള്ള് പണിഞ്ഞ് വെച്ചേക്കുക. ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇനി വല്ല ഫെസ്റ്റിവൽ വല്ലതും ആണെന്നും എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, രസമുണ്ട്. ഇതേ കാണുന്ന കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ ആണെന്നുള്ള ഡൗട്ട് അടിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ, ഇവിടെ വരുന്ന സമയത്ത് റോട്ടിൽ ഇത് കണക്കത്തെ സെയിം പാറ്റ് ലൈറ്റിംഗ് സ്കീം ഞാൻ കണ്ടായിരുന്നു. അതാണ് ആ രസമുണ്ട്. പക്ഷേ സ്ഥലം ഓർമ്മയുണ്ട, ഇതിൻ്റെ അടിയിലാണ് അറൈവലിന് വന്നത്. ഇത് ഇവിടെ മേളിലാണ്. ഇവിടെ മേളത്തിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കണക്ക് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും രണ്ടല്ല. ഇവിടെ രണ്ടിനും കൂടെ ഒന്നിച്ചാണ് കയറുന്നത്. അങ്ങനെ എൻട്രൻസ് രണ്ടിനും സെയിമാണ്. എൻട്രൻസ് കയറി ഇനി എവിടെയെങ്കിലും നല്ല പ്ലേസ് നോക്കി ഇരിക്കണം. ഇനി ഇത് ബാഗ് ഇതാക്കണം. ഇൻഡിഗോടെ അവിടെ അല്ല. അങ്ങനെ നോക്കട്ടെ സ്ഥലം എവിടെയാണ്, നോക്കിയിട്ട് വരാം. ഗൈസ്, ഇവിടെ വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട്. നമ്മുടെ ബാഗില്ലേ, ബാഗിന് മറ്റേ ഇത് വെക്കുമല്ലോ, മറ്റേ സാധനം, ഈ നമ്മുടെ ബാഗ് ആ സ്റ്റിക്കർ ഒട്ടിക്കുമല്ലോ, ബോംബെ കൊച്ചി ടു ബോംബെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്നിട്ട് ഡ്രോപ്പ് ചെയ്യുമല്ലോ. അത് ആ സാധനം ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണ്. അവിടെ ഒരു മെഷീനിൽ കയറി ക്ലിക്ക് ചെയ്യുക, ഇതാക്കുക, അതിൽ നിന്ന് വരും, നമ്മൾ ഒട്ടിക്കുക, എന്നിട്ട് ബാഗ് ഡ്രോപ്പ് ഏരിയ കൊണ്ട് സാധനം കൊടുക്കുക. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം സീറ്റ് ഇതെങ്ങനെ വേണമെന്നൊന്നും മറ്റേ ബുക്ക് ചെയ്തപ്പോൾ കൊടുത്തില്ലായിരുന്നു. പക്ഷേ ബോർഡിംഗ് പാസ് ഗേറ്റ് പാസ് എടുക്കുന്ന സമയത്ത് ഈ പാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതാക്കാൻ പറ്റും, സെലക്ട് ചെയ്യാൻ. ഇത്രയും ഇതുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ അത്യാവശ്യം പാടുപെടും. കാരണം ഇൻ്റർനാഷണൽ ഇതും കൂടെ ഒരു കമ്പനിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടാവും. ഇതിപ്പം ഡൊമസ്റ്റിക് ഉള്ളി തപ്പി പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരട്ടെ. ഒക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ വരെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, അവിടെ ഒരു ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ ചെയ്തേക്കുന്നു. ഞാൻ വരച്ച് സ്ട്രൈറ്റ് ആയിരിക്കും. അവിടെ പോയപ്പോൾ അവിടെ പിന്നെയും വേറെ എന്തൊക്കെയോ ഉണ്ട്. മറ്റേ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്കിൽ നിന്ന് കറങ്ങി ഇൻ്റർനാഷണലിൻ്റെ അവിടെ പോയി പിന്നെ ഇത് മൊത്തം പണിയാണ്. എനിക്ക് ലാസ്റ്റ് ഇതിപ്പോൾ ഞാൻ കുറഞ്ഞത് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു എത്ര പേരുടെ അടുത്തായിരിക്കും, ഒരു 4-5 പേരുടെ മേളിൽ ചോദിച്ചിട്ടുണ്ട്. ഉണ്ട് ഇങ്ങനെ കുറേ സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഓർത്ത് വട്ടാവും. അതാണ് പ്രശ്നം. ഒരു സാധനം കാണിച്ചു തരാം. ഇതെന്താ കാണിച്ചു തരാം. കുറച്ച് വിഷ്വൽ എപ്പോൾ എടുക്കാം, സീനായി.
ഒരു ലുലുമാളിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് നമുക്ക് വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചാലേ കുറച്ച് വിഷ്വല്. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ കുറേ ഇതൊക്കെയാണ് ഇവിടെ. സത്യത്തിൽ എനിക്ക് ലുലു മാളിൻ്റെ അകത്തോട്ട് കയറിയ കണക്കാണ് ഇപ്പോൾ തോന്നുന്നത്. ആ കിടക്കുന്നതൊരു ഡിഫൻഡർ അല്ലേ? അതേലോ, അതൊരു ഡിഫൻഡർ ആണല്ലോ. കിടിക്കാച്ച് ഡിഫൻഡർ. അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോകുന്നതാണ്. ഒരു തൊട്ടപ്പുറത്ത് ഡിഫൻഡറിൻ്റെ ബാക്ക് പോലെ അതല്ല ഡിഫൻഡർ ബാക്ക് പോലെ തോന്നിക്കുന്നതല്ല, ഇത് ഗ്രാൻഡ് വിറ്റാരയല്ല. ഞാൻ വിചാരിച്ച ഫ്രോൺസ് ആയിരിക്കും പെട്ടെന്ന്. അങ്ങനെ ഇവിടെ വരെ എത്തി. കണ്ട ഫുള്ള് കടകളൊക്കെയാണ്. കണ്ട ഒരുമാതിരി ഷോപ്പിംഗ് മാളിൻ്റെ അകത്തുന്ന അവസ്ഥയായിരിക്കും. ഹാർലി ഡേവിഡ്സൺ ഫുള്ള് ഷോപ്പും കാര്യങ്ങളൊക്കെ. എന്നാൽ ഞാൻ പോയി അവിടെ ഇൻഫർമേഷൻ സെൻറ്റർ ഹോൾ ഗേറ്റ്സ് എന്തായാലും. അപ്പോൾ ശരി, ബൈ. പിന്നെ കാണിക്കാം ബാക്കി. ഇത് കണ്ട, ഇതൊരുമാതിരി മറ്റേ വണ്ടർലായിൽ മറ്റേ കുട്ടൂസൻ മറ്റേ ഇതുണ്ടല്ലോ മായാവി ഗുഹ, ആ ഗുഹയിൽ പോകുന്ന കണക്കത്തെയാണ്. ഇതെന്തോ എത്ര നേരമായിട്ട് ഞാൻ നടക്കുമെന്നറിയാം. ഒരു ഗേറ്റ് തപ്പി 12 മണിക്കകത്ത് കയറിയതാണ്. നടന്ന് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് തന്നെ അപ്പിപ്പിക്കാൻ ഒരു സമയമായി. അത് കഴിഞ്ഞിട്ട് ബോർഡിങ്ങിന് ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന ഏരിയ, അത് ഇൻ്റർനാഷണൽ ഇത് മാറ്റി അത് കഴിഞ്ഞിട്ട് ഓരോ ഗേറ്റ് തപ്പാൻ വേണ്ടി. ഇത് എത്ര നേരമായിട്ട് നടക്കുമെന്നറിയാം. ഇത് കുറേ നേരമായിട്ട് ഇവിടെ നടക്കുക. ഇനി 45 B1 കണ്ടുപിടിക്കുന്നു ഗേറ്റ്. കണ്ടാ എല്ലായിടത്തും ഇതാ കട, ഫുള്ള് കട. നടന്ന് ഇവിടം വരെ എത്തി. ഇതാണ് 45 B1 ഗേറ്റ്. ഇത് എത്ര നേരമായിട്ട് നടക്കുമെന്നറിയോ? സമയം 12:30 ഏകദേശം. അത്യാവശ്യം അത് മേളിൽ തന്നെ 1 മണിക്കൂറിൻ്റെ അകത്ത് കിടന്ന് ഓടിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പിന്നെ മറ്റേ ഇത് എന്തോ എൻ്റെ പേര്, ബോർഡിംഗ് പാസ് സെൽഫാണ്. പിന്നെ ബാഗിൻ്റെ ഡ്രോപ്പ് ഏരിയ സെൽഫാണ്. അതൊക്കെ നമ്മൾ തന്നെ സെൽഫായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം അവിടെ. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല. ബോർഡിംഗ് പാസ് ഞാൻ അത് കഴിഞ്ഞിട്ട് അത് ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ ചെയ്തപ്പം അവർ അവരുടെ നീല കളറുള്ള സാധനം, ഇതിരുന്നത് മറ്റേ മെഷീനിൽ നിന്ന് പ്രിൻ്റർ പേപ്പറാണത്തെ സാധനം, വൈറ്റ് കളറിൽ, അതാണ് തന്നത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഗേറ്റ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാരണം കുറേ നല്ല ഇതാണ്, ഗേറ്റ് കുറേ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഞാൻ വന്നപ്പോൾ 60, 70, 40 തൊട്ട് 46, 46 തൊട്ട് 60, 70 എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 45 വന്നപ്പോൾ തന്നെ 45 A, B, C എന്ന് പറഞ്ഞ് അതിന് കുറേ അങ്ങനെ, അതും B1, A1 അങ്ങനെ അറിയില്ല. എന്തായാലും ഇനി ഇച്ചിരി സിനിമയൊക്കെ കാണട്ടെ ഉറങ്ങാതിരിക്കാൻ. ഈ മോൺസ്റ്റർ അടിക്കുക, ചില്ലാട്ടിക്കുക, അങ്ങനെ സിനിമ കണ്ടേ. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഈ വെൻറ്റിംഗ് മെഷീൻ ഉണ്ട്. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ 125 രൂപയുടെ വെള്ളം വരുന്നത്. ഈ വെള്ളം ഉണ്ട്, വാട്ടർ 500 ml ക്യാൻസർ. ഇതണ്ട
ഇത് അത് മേളിൽ ഇതിന് 125 രൂപയായിരുന്നു. ഇവിടെ വന്നപ്പം ഇത് 65 രൂപ. എനിക്ക് തോന്നുന്നു മേളിൽ മറ്റേ ലോഞ്ചിൻ്റെ ഒക്കെ അടുത്തുകൊണ്ട് വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് സാധനം കണ്ടാ ചെയ്യുക ഇതാക്കുക ഇങ്ങനെയാണ്. കൊള്ളാം സംഭവം. വെള്ളമൊക്കെ മടിക്കാൻ കിടന്ന് ക്യൂ നടക്കണ്ട. അങ്ങനെ ആ പേ ചെയ്ത് കഴിഞ്ഞാൽ സാധനം താഴത്തോട്ട് വീഴും. നമ്മൾ ഇങ്ങനെ കൈയിടുക, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് സംഭവം. 12 മണിക്കൊന്ന് എയർപോർട്ടിൽ കയറിയ അവസ്ഥ ആലോചിക്കണേ. കണ്ണൊക്കെ കണ്ട ഉറങ്ങിയിട്ട് പോലുമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ കാണാം വിളിക്കുന്ന കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് ഉറങ്ങാണ്ടിരുന്ന. ഇപ്പം എത്ര മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കണ്ടത് ഏറുന്നത് എത്ര മണിയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചുണ്ട്. 5:57. 6 മണി കഴിയുന്നു. 6 മണിക്ക് ടിക്കറ്റുള്ളൂ. എന്ത് പോസ്റ്റായിരുന്നു പറയുന്ന ഫ്ലൈറ്റ്. 4:55 ടേക്ക് ഓഫ് ചെയ്യേണ്ട ഫ്ലൈറ്റാണ്. 1 മണിക്കൂർ ഡിലേ. ഇപ്പം കയറിയതേ ഉള്ളൂ. ഫ്ലൈറ്റിൽ കയറി ഇരുന്നതേ ഉള്ളൂ. പോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. തിരിച്ചു ഇപ്പോഴാണ് നിരതച്ചത്. ഏകദേശം 4 മണി 4:30 ആയത് കാരണം അതായത് ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ ഇവർ 4:55 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ആദ്യം ഒരു ഗേറ്റിൻ്റെ അടുത്തുകൊണ്ട് നിർത്തി. 2:30 ആയപ്പം ഒരു 45 B1 എന്ന് പറഞ്ഞ ഗേജിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 45 D1 പോയിരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 49 1 പോയിരിക്കാൻ പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഏറ്റവും ലാസ്റ്റാണ് 49 B1 പോകാൻ പറഞ്ഞത്. അതിനു മുമ്പ് വേറെ ഏതൊരു ഗേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. 45 പോകാൻ പറഞ്ഞു. ഇങ്ങനെ മാറ്റി അതും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് 6:30 എങ്ങാണ്ടായി. ഇവിടെ എത്തിയപ്പം 8 മണി. 1 മണിക്കൂറിൻ്റെ അടുത്ത് ഡിലേ വന്ന്. അത് ഈ മാറ്റുന്നതാണ്. നേരെ ഉറങ്ങാൻ പോലും പറ്റിയില്ല. എന്ത് പറയാന. അതായത് 4:55 എടുക്കേണ്ട ഫ്ലൈറ്റ് 5 മണി കൂട്ടിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് ടേക്ക് ഓഫ് ചെയ്തത്. 6:30. അത് ഞങ്ങൾക്കിപ്പോൾ ഹിസ്റ്ററി നോക്കിയതാണ് മനസ്സിലാവും. ഈ ഇവിടെ ലാൻഡ് ആയത് 8 മണി 8:05 കണ്ട് ലാൻഡ് ചെയ്തപ്പം. രാവിലെ വന്ന് എന്തോ ചായ തലയ്ക്ക് റിലേ ഇല്ലാത്തതുകൊണ്ട് ചായ കുടിച്ച് ബാത്റൂമിൽ പോയി നേരെ ഒറ്റ കിടത്തും. ഇപ്പം എഴുന്നേൽക്കുന്നു. അത്ര ഉണ്ട്. അപ്പം ഇത്ര ഉള്ളു ഈ വ്ലോഗ്. എങ്ങനെ നിങ്ങളിപ്പം മുമ്പേ കറക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് മുമ്പ് പോയൊരു ചെറിയ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയൊരു ഇത്. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.